ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്പം സമാധാനം തരുന്ന അല്ലെങ്കിൽ നമുക്ക് അല്പം പ്രതീക്ഷകൾ തരുന്ന കാര്യങ്ങൾ തന്നെയാണ് മാർക്കറ്റിൽ ഇപ്പോൾ അല്ലെങ്കിൽ 2 ദിവസങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുള്ള ആ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആയിട്ടുള്ള 29K മുതൽ 32K വരെയുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിൽ നിന്ന് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു റിജക്ഷൻ പ്രൈസിന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീക്ക്ലി ക്യാൻഡിൽ ഗംഭീരമായിട്ടുള്ള റിജക്ഷൻ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ വലിയ ഒരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇത് ശരിക്കും ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സൈൻ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഒരു 2 ദിവസം കൂടി ഉണ്ട് ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ കംപ്ലീറ്റ് ആവാനായിട്ട്. ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് ഒരു 2 ദിവസം 17 മണിക്കൂർ കൂടെ ഉണ്ട്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല, ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ കൂടുതലായിട്ട് ട്രേഡ് ചെയ്യുന്നതൊന്നും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലത്തേക്ക് മാർക്കറ്റിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഇപ്പോൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്തുകൊണ്ട് ഒരു ട്രെൻഡ് റിവേഴ്സൽ ഇവിടുന്ന് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഇനി പുതിയ ഒരു ഓൾ ടൈം ഹൈയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് എന്തുകൊണ്ട് ബിറ്റ്കോയിനിൽ പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് കുറച്ച് ലോങ് ടൈം ആയിട്ടുള്ള പെർസ്പെക്റ്റീവിൽ തന്നെ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങാം. ഓക്കെ, ഇവിടേക്ക് ഞാൻ ഇനി കൊണ്ടുവരാനായിട്ട് പോകുന്നത് സ്റ്റോക്കാസ്റ്റിക് എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ്. സ്റ്റോക്കാസ്റ്റിക്കിനെ പറ്റിയിട്ട് നമ്മൾ പണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. സ്റ്റോക്കാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇൻഡിക്കേറ്റർ എന്താണെന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക. ഇവിടെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റോക്കാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു RSI പോലെ ആക്ട് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. പക്ഷേ RSIനേക്കാളും കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് നമുക്ക് പറയാനായിട്ട് പറ്റും. RSI പോലെ തന്നെ ഇവിടെയും നമുക്ക് ഓവർസോൾഡ് ആൻഡ് ഓവർബോട്ട് കണ്ടീഷൻസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ തവണയും ഈ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പോയ ആ സമയങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെയും ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക്, അതായത് ഇപ്പോഴും ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്കാണ് ഈ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പോകുമ്പോഴെല്ലാം ഇപ്പോഴും നമ്മുടെ പ്രൈസിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാം. ഓക്കെ, ഇവിടെ ഓവർസോൾഡ് കണ്ടീഷനിലായപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് 2015 സമയത്തെ ഒരു ക്രാഷ് ആയിരുന്നു. 2015 മെയ് മാസത്തിലെ ആ ഒരു ക്രാഷ് ആയിരുന്നു. അതിനുശേഷം 2018 ക്രാഷിൻ്റെ സമയത്തും ഈ ഒരു സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പോയിട്ടുണ്ട്. ദെൻ നമ്മുടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്രാഷിൻ്റെ സമയത്തും സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ തവണ ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ എത്തിയപ്പോഴും പിന്നീട് പ്രൈസിന് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് കണ്ടാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ രീതിയിൽ ഗംഭീരമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് പിന്നീട് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. ഓരോ തവണയും ഈ ഒരു സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് കണ്ടീഷനിൽ എത്തിയതിന് ശേഷം പിന്നീട് നമുക്ക് ഗംഭീരമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ, ചരിത്രം ആവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞ പോലെ തന്നെ ചരിത്രം ആവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പുതിയ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിലേക്കുള്ള മൂവ്മെൻറ്റ് ബിറ്റ്കോയിനിൽ പ്രതീക്ഷിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഓക്കെ, അപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് വന്ന് നോക്കുമ്പോൾ, ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അതല്ല, ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്, ചാർട്ട് മാത്രമായിട്ട് ഇടുന്നുണ്ട്. നമുക്ക് ഇവിടെ ഈ ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവ് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണ്? പ്രൈസ് ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒരു പുതിയ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് വീണ്ടും ഒരു പുതിയ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും നമുക്ക് ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ബിറ്റ്കോയിനിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു മാർക്കറ്റ് ക്രാഷ് സംഭവിച്ചു എന്നുള്ളത് ശരി തന്നെ, പക്ഷേ നമുക്ക് അതെല്ലാം റിക്കവർ ചെയ്തുകൊണ്ട് മാർക്കറ്റ് തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിമിൽ ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്കൊരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു 2018 ആ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ആയിട്ടുള്ള ഒരു 19K നമുക്ക് എടുക്കാം. ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഒരു സപ്പോർട്ട് എടുക്കുമെന്ന് തന്നെ നമുക്ക് ഇവിടെയും വിശ്വസിക്കാം, അല്ലെങ്കിൽ ഇവിടെയും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഓരോ സമയത്തും ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഓരോ ക്രാഷിൻ്റെ സമയത്തും ആ ക്രാഷ് പിന്നീട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതൊരു രീതിയിലാണ്, ഏതൊരു സ്ട്രക്ചറിലാണ് പ്രൈസ് റിക്കവർ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ മുതൽ തന്നെ നോക്കാം. അതായത് 2013 ഈ ഒരു മാർക്കറ്റ് ക്രാഷിന് ശേഷം പ്രൈസ് എങ്ങനെയാണ് ഒരു റിക്കവറി ഇവിടെ നടത്തിയിട്ടുള്ളത്? ഒരു വി ഷേപ്പ്ഡ് റിക്കവറിയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, അല്ലേ? മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. ഒരു വി ഷേപ്പ്ഡ് ആയിട്ടുള്ള
ഒരു റിക്കവറിയാണ് മാർക്കറ്റ് ഇവിടെ നടത്തിയിട്ടുള്ളത്. 2013 ഓൾ ടൈം ഹൈയിൽ നിന്നും 2015 ആ ഒരു ക്രാഷിലേക്ക് വന്നപ്പോൾ അവിടെ പ്രൈസ് ഏത് രീതിയിലുള്ള ഒരു റിക്കവറിയാണ് നടത്തിയിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ ഒന്ന് കൺസോളിഡേറ്റ് ആയതിനു ശേഷം ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിലേക്ക് മാറിയതിന് ശേഷമാണ് പ്രൈസ് പിന്നീട് ഒരു റിക്കവറി ഇവിടെ നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലാണ് പ്രൈസ് പിന്നീട് ഒരു ക്രാഷ് വന്നപ്പോൾ പ്രൈസ് ഒരു റിക്കവറി നടത്തിയിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. ദെൻ നമുക്ക് 2018 ആ ഒരു മാർക്കറ്റ് ക്രാഷിന് ശേഷം പ്രൈസ് എങ്ങനെയാണ് ഇവിടെ ഒരു റിക്കവറി നടത്തിയിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും പ്രൈസ് ചെറിയ രീതിയിലൊന്ന് കൺസോളിഡേറ്റ് ആയതിനു ശേഷമാണ് പ്രൈസ് പിന്നീട് മുകളിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും ഒരു കൺസോളിഡേഷൻ കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലൂടെയാണ് പ്രൈസ് പിന്നീട് ഒരു റിക്കവറി നടത്തിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. ദെൻ വീണ്ടും ഒരു ചെറിയ ക്രാഷ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ വീണ്ടും പ്രൈസിന് ഒരു റിക്കവറി നടത്തിയിട്ടുള്ളത് ഇതുപോലുള്ളൊരു വി ഷേപ്ഡ് ആയിട്ടുള്ള റിക്കവറിയാണ്. അപ്പോൾ നമുക്ക് ചരിത്രം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള ഒരു റിക്കവറി കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു വി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു റിക്കവറി കാണാനായിട്ട് പറ്റുന്നുണ്ട്, പിന്നെ ഒരു കൺസോളിഡേറ്റ് ആയതിനു ശേഷമുള്ള ഒരു റിക്കവറി കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഏത് രീതിയിലുള്ള ഒരു റിക്കവറിയാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ആയതിനു ശേഷം ഒരു റിക്കവറി നടത്തുമെന്നാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണെന്ന് അറിയാം. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് അഥവാ താഴേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, പ്രൈസ് ഈ രീതിയിൽ താഴേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ഈ ഒരു ഏരിയനെ പ്രൈസിന് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് പ്രൈസ് ഇതിനകത്ത് ചെറിയ രീതിയിലൊന്ന് കൺസോളിഡേറ്റ് ആയതിനു ശേഷമായിരിക്കും പ്രൈസ് മുകളിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കൺസോളിഡേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് മാർക്കറ്റ് റിക്കവറിക്ക് തൊട്ട് മുമ്പായിട്ട് കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം ക്യാൻഡിൽസ് ഏത് രീതിയിലൊക്കെ ആയിരിക്കും ഫോം ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഈ ഒരു ക്യാൻഡിൽ സ്ട്രക്ചർ തന്നെ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഏകദേശം ഈ ഒരു രീതിയിലുള്ള ഒരു മാർക്കറ്റ് റിക്കവറിയാണ് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് ബിറ്റ് കോയിനിൽ ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് റിക്കവറിക്ക് മുമ്പായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് റിക്കവർ ആവുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ കൃത്യമായിട്ട് ഇതുപോലെ തന്നെയാണോ റിക്കവർ ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഉറപ്പ് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് മുൻപ് ഏതൊക്കെ രീതിയിലാണ് ബിറ്റ് കോയിൻ്റെ പ്രൈസ് പെർഫോം ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആ ഡാറ്റാസ് വെച്ചുകൊണ്ട് മാത്രമുള്ള ഒരു അനാലിസിസ് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് 100% മാർക്കറ്റ് ഈ രീതിയിൽ മാത്രമേ പോകുമെന്ന് നമുക്ക് ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള ഡാറ്റാസ് വെച്ചുകൊണ്ടുള്ള ഒരു അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ഒരു മാർക്കറ്റ് റിക്കവറി തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ നമ്മൾ ബിറ്റ് കോയിനിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ആരും തന്നെ പാനിക് ആയിക്കൊണ്ട് നിങ്ങളുടെ ബിറ്റ് കോയിനോ കാര്യങ്ങളോ ഒന്നും സെല്ല് ചെയ്യാതിരിക്കുക. മുൻപ് പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഫ്യൂച്ചർ ഈസ് ക്രിപ്റ്റോ. സോ നല്ല രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. ഈ വീഡിയോ യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ടും എടുക്കാതിരിക്കുക. സോ ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.